ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അങ്ങനെ ഏറെ നാൾക്ക് ശേഷം നമ്മുടെ വീട്ടിൽ ഒരു അതിഥി എത്തിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു മാസത്തിന് മുമ്പല്ലായിരുന്നു പോയത്. കറക്റ്റ് ഒരു മാസം ആയെന്ന് തോന്നുന്നു. ഒരു മാസത്തിൽ കൂടുതലായെന്ന് തോന്നുന്നു. അങ്ങനെ അദ്ദേഹം പിന്നീട് ഒരു മാസത്തോളം ഇവിടെ ഇല്ലായിരുന്നില്ലേ, കാണാനില്ലായിരുന്നു. ഒരു ചെറിയ പ്രാങ്കിന് ശേഷം പോയതാണ്. അതെ അതെ. അപ്പൊ അങ്ങനെ വന്നില്ല. അങ്ങനെ അദ്ദേഹം വീണ്ടും എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അമ്മ എടുത്തിട്ടോ, മറ്റേത് എടുത്തിട്ടോ. അതല്ല വിഷം, ഗിഫ്റ്റാ. എടി വീടൊക്കെ അങ്ങനെ ഉണ്ട്, പഴയണൊക്കെ തന്നെ. വഴി അറിയായിരുന്ന? എങ്ങനെ വന്ന? ഹോട്ടലിൽ വന്ന. ഇവിടെ ലൈറ്റ് ഒക്കെ ഇട്ടു കേട്ടോ. അത് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്ത, പക്ഷെ അത് നടന്നില്ല. അതുകൊണ്ട് പൂവൊക്കെ ഇട്ട് വെച്ചേക്കാണ് കേട്ടോ അത്. അപ്പൊ ഗൈസ്, അനുവിന് ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട്. ഞാൻ അന്ന് മറ്റേ അൺബോക്സ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞല്ലോ, അനുവിന് ചെറിയൊരു ഗിഫ്റ്റ് വന്നായിരുന്നു. പിന്നെ ആളിങ്ങോട്ട് വന്നാലല്ലേ കൊടുക്കാൻ പറ്റൂ. പിന്നെ ഞാൻ അത് പൊട്ടിച്ച് നോക്കുന്നത് ശരിയല്ലല്ലോ, അല്ലേ? ആണോ? എന്നാ ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ അത് പൊട്ടിച്ച് നോക്കിയായിരുന്നു. നീ എന്തിനു പറയണമെന്ന് വിചാരിക്കണം നോക്കിയിട്ടാണ്. അപ്പൊ എന്തായാലും അനുവിന്റെ ചെറിയൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്, അത് നമുക്ക് കൊടുക്കാൻ കേട്ടോ. ആ ബൊമ്മ കൂടെ അത് ഇത് പൊതിഞ്ഞു പോയി. ഇത് ഞാൻ ഒന്ന് പൊട്ടിച്ചായിരുന്നു കേട്ടോ. എനിക്ക് ക്യൂരിയോസിറ്റി കൂടുതലായോണ്ട്, ആകാംക്ഷ കൂടി ഞാൻ പൊട്ടിച്ചു. ഇത് പൊതിഞ്ഞു അത് ഇരിക്കട്ടെ, അത് സർപ്രൈസ് ആവട്ടെ. അപ്പൊ ഫുൾ അവളുടെ സാധനങ്ങളാ. ഞാൻ അത് പൊട്ടിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് തോന്നിയിട്ട് എനിക്ക് പൊട്ടിച്ചോണ്ടിരുന്നപ്പോ എനിക്ക് സങ്കടം തോന്നി. പിന്നെ ഞാൻ എല്ലാം തിരിച്ചേറ്റ് എടി വേണ്ടേ നിന്റെ ഗിഫ്റ്റ്. എടി ഇത് എന്തിനാ തന്നേന്നറിയാമോ? അന്ന് ഇത് പ്രാങ്ക് തന്നതിന് ശേഷം വന്നതാ. പുറത്തോട്ടിരിക്കാലോ. നിനക്ക് ഞാൻ തന്നില്ലേ പപ്സ്? അത് ശരിയാണല്ലോ. ഞാൻ മേടിച്ചു തന്ന രണ്ടും എന്റെ മാല എന്തിയടി? അതെന്തി അമ്മാമ്മ? അതെന്തി അമ്മാമ്മ? അത് ഹാപ്പി എടുത്തോണ്ട് പോവത്. നല്ല രസമുണ്ട്. കൊള്ളാവോ? ഇനി തുറക്ക്. അതെന്തായിരുന്നു? മറ്റേ ജെറി, പിന്നെ ഡേറ്റ്സ് കാര്യങ്ങളൊക്കെയാണ്. കൊള്ളാവോ? സ്വർണം ഗോൾഡ്. അത് നോക്കട്ടെ. കമ്മലൊക്കെ ആയ അമ്മാവക്ക്. ഇത് വേറെ കളർ പോലെ തോന്നുന്നു. വലിയ കമ്മലല്ലേ? ചുരിദാറാണോ അത്? ഷോളല്ല, ചുരിദാറാ. അത് പീസാന്ന് തോന്നുന്നു. ചുരിദാറാണോ? തുണിയാന്ന് തോന്നുന്നല്ലേ? ഇതെന്താ ഇതിനകത്തൊരു വലിയ പെട്ടി ഉണ്ടല്ലോ. ഇത് എനിക്കുള്ളതെന്ന് പറഞ്ഞ ചേട്ടാ. ഇത് പ്രത്യേകം പറഞ്ഞായിരുന്നു. ഇത് എന്റേതാണ്. ഒരു പെട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. എന്താ മോതിരോടെ അതെടുത്താണ് ഇട്ടേ. അതൊരു വെറൈറ്റി സാധനം. നോക്കട്ടെ. കൊള്ളാടി, സൂപ്പർ. നിനക്ക് ഇത് രണ്ടെണ്ണം ഉണ്ടല്ലോ, ഒരെണ്ണം താ. എനിക്ക് ഇത് മതി. നിന്റെ പഴയത് മതി. എനിക്ക് പുതിയത് വേണ്ട. ഇതെന്താ ഇത്? പെമ്പിള്ളേർക്ക് ഇങ്ങനത്തെ സാധനമാണ് കേട്ടാ. ക്യൂട്ട് സാധനം. ഇതെല്ലാം കൂടെ കണ്ടപ്പോ എനിക്ക് തോന്നുന്നു നിന്റെയാണ്. ഇതെന്താ പറഞ്ഞു കരയാത്തെ? ഓണാവൂലേടി? എനിക്കുള്ളത് പ്രത്യേകം പറഞ്ഞായിരുന്നു. ഒരു പെട്ടിയില് അകത്തൊരു പെട്ടി ഇരുപോട്ട് മാറ്റി വെച്ചേക്കണം. അത് എനിക്കെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഓക്കെ. ചാടുന്നണ്ട. അങ്ങനെ കാണിച്ചപ്പോ കടിക്കും. അപ്പം അതൊക്കെയാണ് കേട്ടോ അനുവിന് കിട്ടിയ ഗിഫ്റ്റ്. അത്രേ ഉള്ളു. ഏതാ? എനിക്ക് എന്റേതാ. ഇപ്പൊ എന്റെ കാര്യം എന്നാ എത്ര കിട്ടിയാലും മതിയാവൂല. അതിനകത്ത് എന്തിനാ കുടുങ്ങുന്നു? എന്തോ കളിപ്പാട്ടാന്ന് തോന്നുന്നു. കുലുങ്ങുന്നല്ലോ.
ലാമ്പ് ഓ മറ്റേ സ്റ്റഡി ലാമ്പ് പേനയൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന. ഓ ഇതൊക്കെ അയ്യോ ഇതൊരു കളിപ്പാട്ടം നാളെ പോയി. ഇതെങ്കിലും എനിക്ക് അതേലും ഞാൻ എടുക്കട്ടെ. എല്ലാം ഉണ്ടല്ലേ, അത് കൊള്ളാം കേട്ടാ. കൂണാടേ അതിനകത്ത് ചാർജ് ചെയ്യുന്ന സാധനമൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ കുത്തിയിട്ട് രാത്രി ഇരുന്ന് പഠിക്കാനാ. ഞാൻ ചുമ്മാ ലൈറ്റ് എത്തിയിട്ട് നോക്കിക്കൊണ്ടിരിക്കും രാത്രി. ഒരു കുഞ്ഞു പാണ്ടയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതിന്റെ കൂടെ. കണ്ട പുസ്തകം വായിക്കുന്ന പാണ്ട കണ്ട. ആ കത്തിയടേ കൊള്ളാം കേട്ടോ, രസമുണ്ട്, അടിപൊളി. എടാ ഓടുവാ, നിനക്കില്ല, നിനക്കുള്ള അല്ല അത്. ഇതിനകത്ത് ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇതില് പേനയൊക്കെ ഇട്ട് വെക്കാം. കൊള്ളാല്ലേ, ഒരു കൂണ് പോലത്തെ സാധനം കേട്ടോ, നല്ല രസമുണ്ട്. ഇത് ടേബിളിന്റെ കൊണ്ടയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് പഠിക്കാം, വായിച്ചൊക്കെ പഠിക്കാം. എടീ കുറച്ച് നീ പ്രാങ്ക് ആയെങ്കിലും എനിക്ക് ഇത്ര സാധനം കിട്ടിയില്ലേ അല്ലേ? നിങ്ങൾ ആരെങ്കിലും എന്നെ ഒന്ന് പ്രാങ്ക് ചെയ്യും, ഞാൻ അഭിനയിച്ച് ഇതാക്കാം, ഗിഫ്റ്റ് കിട്ടുമല്ലോ. ഇത് നമുക്ക് നൂറുദ്ദീൻ എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയാണ് അയച്ചു തന്നെ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗിഫ്റ്റ് അയച്ചിരും കേട്ടോ. ഇനി അനു പ്രാങ്ക് ആയില്ലെങ്കിൽ ഇരുന്ന് അഭിനയിക്കും, കാരണം ഗിഫ്റ്റ് കിട്ടുമല്ലോ. അതുകൊണ്ട് പേടിച്ച പോലെ അഭിനയിക്കും കേട്ടാ. ഇഷ്ടപ്പെട്ട അല്ല? ഇഷ്ടപ്പെട്ട. പിന്നെ ഞാൻ വിചാരിച്ചു ഇവള് വരട്ടെന്ന് വിചാരിച്ചു, കാരണം ഗിഫ്റ്റ് മേടിക്കാനായാലും വരും. അതുകൊണ്ട് അങ്ങനെ ഇവിടെ വന്ന് മേടിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഗിഫ്റ്റ് മേടിക്കാനായിട്ടാ വന്നത്, എനിക്കറിയാം. ഒന്നേ വരണമെന്ന് പറയുന്നു. പക്ഷെ ഇത് നല്ല രസമായിരിക്കും കേട്ടോ തയ്ച്ചു വരുമ്പോ. ആ എനിക്ക് പറ്റൊന്നും ഇല്ലല്ലേ, കൂട് എനിക്ക് കൂട് മാത്രമേ ഉള്ളു. എനിക്ക് ഹാപ്പി ചുറ്റനും ഒന്നും ഇല്ലല്ലേ. ഞാൻ സിമ്പതി പറയാ. ആ അതെനിക്ക് തിന്നാം. എന്റെ അമ്മാമ്മയ്ക്ക് അത്ര ആരും ഒന്നും കൊടുക്കുന്നില്ല. എന്റെ അമ്മാമ്മ ഞാൻ ഇങ്ങനെ സെന്റിമെന്റ്സ് അറിയാം. അമ്മ കേട്ടോ, ആരും തരുന്നില്ല ഒന്നും അല്ലേ. ഓ വേണ്ട, അത് പിള്ളേരിടുന്ന മോതിരം. ആ അത് കയ്യൊക്കെ അനക്ക് നെഞ്ചത്തടിക്കുന്നല്ലേ. ആണ് ഇതേണ്ടേ തിന്നാൻ വല്ലോ തായോ. ഐ ലവ് യു എന്ന് പറയണ്ടത് കൊള്ളാം കേട്ടാ, ചെറിയ സാധനം. ഞാൻ ഹാപ്പി കൊണ്ടോക്കോ മക്കള് കൊണ്ടോക്കോ. എന്നാ ഇത് ഐ ലവ് യു എന്നൊക്കെ പറയും. ഡ്രൈ ഫ്രൂട്ട്സ് ആട്ടോ എല്ലാം. സ്ട്രോബെറി. ആ അപ്പൊ താങ്ക്സ് ഒന്നും ഇല്ലേ? താങ്ക് യു സോ മച്ച് അല്ലേ. നന്ദി മാത്രം, നന്ദി സ്നേഹം എന്നും. ഇനി ഗിഫ്റ്റ് വേണ്ടേ? ശേ ആ പറച്ചിലി തന്നെ ഉണ്ട് വേണമെന്ന്. ഫാമിലി ക്രിക്കറ്റ് മാച്ച് ആണല്ലേ. നമ്മൾ കുടുംബസമേതം നമ്മളങ്ങനെ, അതെ നമ്മളങ്ങനെ കുടുംബസമേതം ക്രിക്കറ്റ് മത്സരം നമ്മൾ നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് നമ്മളൊരു ഫാമിലി ക്രിക്കറ്റ് മത്സരമാണ്, ഒരു സൗഹൃദ മത്സരം. അതെ, അത് വാശിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സൗഹൃദ മത്സരം. അതെ, നമ്മൾ സാധാരണ നമ്മൾ പുറത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ ഇതെന്ന് പറയുമ്പോൾ പാവപ്പെട്ട ആൾക്കാർ വേണ്ടേ ഇവിടുത്തെ ടീമുകളെ കാണിച്ചിരുന്നോണ്ടിരിക്കുന്ന അവിടെ. മൂത്തമ്മയുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഭദ്രക്കുട്ടി ഉണ്ട് കേട്ടോ. ഭദ്രക്കുട്ടി കുറേ നാളായിട്ട് കാണാനില്ലായിരുന്നു. എവിടെയായിരുന്നു പോയിരുന്നത്? കുറേ നാളായല്ലോ കണ്ടിട്ട്. പഠിക്കണം, നമുക്ക് പഠിക്കണം. പക്ഷേ സോഷ്യൽ സയൻസിനൊക്കെ 10-ന് 3. ആരെങ്കിലും ചോദിച്ചാ? സോഷ്യൽ സയൻസിന് 10-ന് 3? ബാക്കിയൊക്കെ കുഴപ്പമില്ല. ഡാൻസ് ഒക്കെ പഠിക്കാൻ. അതെ, ഡാൻസ് കളിക്കാൻ പോണുണ്ട്. പിന്നെ സ്കൂളിലൊക്കെ പോകണം. സോഷ്യൽ സയൻസ് ഒക്കെ കൂടുതൽ പഠിക്കണം അല്ലേ. അപ്പൊ എല്ലാത്തിനൂടെ സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് കാണാത്തത് അല്ലേ. എന്ത് പറ്റി? സോഷ്യൽ സയൻസിന് എന്തുകൊണ്ടാണ് അങ്ങനെ മാർക്ക് കുറയുള്ളൊരു കാരണം? പഠിച്ചില്ല. വളരെ ലളിതമായിട്ടുള്ള ഒരു ഉത്തരവാണത്. അത് പഠിച്ചില്ല. അത് പഠിക്കാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറ്റി? മാർക്ക് കുറഞ്ഞു പോയി. അതിപ്പോ ആരുടെ കുറ്റമാണത്? അതെ അതെ. അപ്പൊ ഭദ്രക്കുട്ടി എത്തിയിട്ടുണ്ട്. പിന്നെ അതേണ്ട മൂത്തമ്മയുണ്ട് ക്രിക്കറ്റ് കളിക്കാനായിട്ട്. ക്രിക്കറ്റ് കളീൻ്റെ
നമ്മൾ ടീമിനെ ജയിപ്പിക്കുന്നത് ഏത് ടീമാണ്? ആരുടെ കൂടെ വേണേലും നിൽക്കും. അങ്ങനൊന്നുമില്ല, ഇത് ആരുടെ കൂടെ നിൽക്കും. നമ്മൾ ഇന്ന് ക്രിക്കറ്റ് കളിച്ച് നമ്മൾ തകർക്കും അല്ലേ? അത്രേ ഉള്ളു. ഇതിനു മുമ്പ് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടോ? ഇല്ലില്ല, ആദ്യമായിട്ടുള്ളത്. ആദ്യത്തെ ഒരു ഇതാണല്ലേ? അപ്പൊ എല്ലാവരുടെ ഫസ്റ്റ് മാച്ചാണ് കേട്ടോ. ഈ കളിച്ചിട്ടേ ഇല്ലല്ലോ. ഇല്ല ഇല്ല. പന്ത് പറക്കാൻ അറിയാവോ? ഓ, അതൊക്കെ അറിയാം. മൂത്തമ്മയെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്തുവാ? പന്ത് ഇറക്കാനില്ല. ഒരു കാരണം വെച്ചാൽ നിന്റെ അച്ഛനെയും നിന്റെ മൂത്തച്ഛനെയും ഒരു ടീമിലാക്കരുത്. അവരിവിടെ കിടന്ന് അടി കൂടും. ഇവര് പണ്ട് അച്ഛൻ നിങ്ങൾ കൊച്ചിലെ അടി കൂടൂലായിരുന്നു ക്രിക്കറ്റ് കളിച്ചിട്ട്? കൊച്ചിലെ നിങ്ങള് രണ്ടുപേര് എന്നെ കല്യാണം കഴിഞ്ഞു വന്ന് പ്രസവിച്ച് ഒരു ദിവസം വെളിയിൽ കിടന്ന് കളിച്ചിട്ട് രണ്ടുകൂടെ അടി കൂടിക്കൊണ്ട് അടുക്കളയിൽ കൂടെ ഓടുന്നു. അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു അച്ഛന്? 24 വയസ്സൊക്കെ ഉണ്ട്. 22 വയസ്സായപ്പോ കൊച്ചായില്ലേ? ഇതിനൊക്കെ വയസ്സിന്റെ കാര്യം പറയണ്ട. അതാ. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ കളി ആരംഭിക്കാനായിട്ട് പോവുകയാണ്. ഈ ടീമിൽ ആരൊക്കെയാണുള്ളത്? ഞാൻ പിന്നെ ശ്രീതു, കൊച്ചുമണി, മൂത്തമ്മ, പിന്നെ ഭദ്രയുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ടീം ഇതാണ്. എൻ്റെ ടീമിൽ വേണ്ട അമ്മയുണ്ട്, റിയാസ് ഉണ്ട്, മണിക്കുട്ടനുണ്ട്, മൂത്തച്ഛനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇവരാണ് കേട്ടോ ക്യാപ്റ്റൻസ് രണ്ടുപേരും. കോയിലിടാം, വിളിച്ചോ. ഹെഡ് ടെയില് നമ്മുടെ ബാറ്റിങ്ങേ. ഓക്കെ ഗൈസ്, നമ്മുടെ ബാറ്റിംഗ് കേട്ടോ ഫസ്റ്റ്. കമോൺ, 6 ഓവറാണേ. ബാറ്റിംഗ് ഫീൽഡിങ് ഭയങ്കര പറ്റത്തില്ലെന്ന് തോന്നുന്നു. മാറ്റൊക്കെ മുമ്പേ പോകും. എടേ അടുത്ത വിക്കറ്റ് അടുത്ത മുന്നേനാണ്. ഓട് വേണ്ട ഓടല്ല. എടാ പിടിക്കല്ലേ എന്ത് സ്വഭാവം അത്? അതെന്തൊരു സ്വഭാവം, അവര് പൊക്കി അടിച്ചല്ലേ? ആ വിട്ടുകൂടായിരുന്നാ? ഞാൻ എന്റെ മുന്നിൽ കാച്ചാണ് ഞാൻ പിടിക്കും. അപ്പൊ ശ്രീത് പിടിച്ചപ്പാ നാളെ തന്നെ തുണി എഴുതി തരൂലത്. ഓക്കെ ഗൈസ്, നമ്മള് ആൾ ഔട്ട് ആയി കേട്ടോ. 1 മാൻ ബാറ്റിംഗ് ഉണ്ടോ? ഓ കുറ്റി. അത് തന്നെ ശ്രീധുവിന്റെ മാസ്മരിക ഷോട്ടുകൾ നമുക്കിപ്പോൾ കാണാം സുഹൃത്തുക്കളെ. എടാ പന്നി, നീ അടിച്ച എടാ കൊണ്ടാ അടുത്ത്. അടിയടാ മോനെ. അത് തന്നെടാ അടി. നീ ഇന്ന് കളിച്ചിട്ട് പോയാ മതി. നീ അടിക്കുന്ന എനിക്കൊന്ന് കാണണം. ആക്ഷൻ. വാ അടിയടി സരസു. നീ കളിക്കണോടാ, നീ അടിക്കണോടാ, നീ 6 അടിക്കണോടാ. മൂത്തമ്മയ്ക്ക് അമ്മ എറിയും. ഓക്കെ, ചേട്ടത്തി അനിയത്തിയും തമ്മിലുള്ള പോരാട്ടമാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഓടിയൊക്കെ വരുന്ന. അടിച്ചടിച്ച് അമ്മ ഓടി വരുന്നതാണ് വിറ്റ്. എറി ഓടി വന്നിട്ടേ നിക്കുന്നിടത്ത് തന്നെ അറിയോ. എങ്ങനെയുണ്ടായിരുന്നു മാച്ച്? സൂപ്പർ അല്ലായിരുന്നു. ചെരുപ്പ് പോട്ടെ, അച്ഛന് ചെരുപ്പ് പോയല്ലേ? ചെരുപ്പ് പോയി. ഞാനേ അവര് ചോദിക്കുന്നത് ആരുകളായിരുന്നു. നമ്മൾ ഒരു കളി ജയിച്ചു, നിങ്ങൾ ഒരു കളി ജയിച്ചു, മൊത്തം 2 കളി. എങ്ങനെയുണ്ടായിരുന്നു മാച്ച്? എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നു, സൂപ്പർ, അടിപൊളി. എൻജോയ് ചെയ്തോ? എൻജോയ് ചെയ്ത്. നമ്മളൊരു കളി ജയിച്ചില്ലേ? നമ്മളൊരു കളി ജയിച്ചു. എങ്ങനെയുണ്ടായിരുന്നു കളി? എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ കളി. വണക്കം മക്കളെ, ഓണം പ്രമാണിച്ച് നമ്മുടെ വീട്ടിലെ കുറെ ആക്രി പാത്രങ്ങളൊക്കെ എടുത്ത് കൊടുക്കാൻ പോകണേട്ടാ. പഴയ കരിക്കലം ഇതൊക്കെ എവിടെ നിന്ന് എടുത്തോണ്ട് വന്നാ? അയ്യോ, ഇതിലെ കൊച്ചിലെ എനിക്ക് എത്ര വയസ്സുള്ളപ്പം? എനിക്ക് 6 വയസ്സുള്ളപ്പോൾ അമ്മ എനിക്ക് ഇതിനകത്തായിരുന്നു ദോശ വിട്ടുവരുന്ന. അതൊക്കെ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിരുന്നു. അപ്പം ഓണമായിട്ട് കരിക്കലം എല്ലാം എടുത്ത് കൊടുക്കുവാണ് കേട്ടാ. കരിക്കലം എല്ലാം എടുത്ത് കൊടുക്കുക, പുതിയ കരിക്കലം മേടിക്കുക, എല്ലാം എടുക്കും.
നല്ലത് തന്നാലും എടുക്കും, പഴയത് തന്നാലും എടുക്കും, ഏത് കിട്ടിയാലും എടുക്കും. അതെ അതെ, എല്ലാം അത് നമ്മള് ഫുള്ള് പൈസ ഒന്നും കൊടുക്കത്തില്ല, നമ്മള് ഫുള്ള് ലോണാണ്. ഫുള്ള് ലോൺ കൊടുത്തിട്ടുള്ള പരിപാടിയാണ് പാത്രം എടുപ്പൊക്കെ. അമ്മ എന്തോരം പാത്രം തോനെ ഉണ്ടല്ലോ. അച്ഛാ ഇതെല്ലാം കൊടുത്ത് ഇനി പഴയ പാത്രങ്ങളൊന്നും വീട്ടിലില്ല. ഇന്നാണ് കേട്ടോ കുറച്ച് വെയിൽ കണ്ടത്, അതാണ് തുണിയൊക്കെ പറക്കി ഇവിടെ ഇട്ടത്. ഇവിടെ കുറച്ച് നല്ല വെയിലടിക്കും കേട്ടാ. ഓ വഴി പോയി തീർന്നു. ഓ ഇവിടുത്തെ തോട്ടിലൊന്നും വെള്ളമൊന്നും ഇല്ല കേട്ടോ, അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ല. വേണ്ട ഓ ഇവിടെ ഇപ്പൊ ഇങ്ങനെയൊക്കെ കെട്ടിയല്ലേ? ഇത് പുതിയ റോഡാ ഈ വഴിയാ? നേരത്തെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ, ഞാനൊക്കെ വർഷങ്ങളായി വന്നിട്ട്. പണ്ട് ഇവിടെയൊക്കെ മൊത്തം കാടായിരുന്നില്ല, മുള്ളു കത്തായിരുന്നില്ലേ? അത്ര ഉള്ളതൊക്കെ തെളിഞ്ഞ വെള്ളമാണ്. നമുക്ക് വേണം വൈകുന്നേരം വന്ന് കുളിക്കാം. നമുക്കേ ചങ്ങട കിട്ടായിരുന്നു, മേലിന്ന് ഇടണ വെച്ചാ മേലിന്ന് ഇട്ടിട്ട് തൊഴിഞ്ഞൊഴിഞ്ഞു വരണം. ഇപ്പൊ നൈസ് വെള്ളമായിട്ടുണ്ട്. വയലിടക്ക് നോക്കിയേ, ഇല്ല തമിഴ്നാട് കണക്കല്ലേ? ഇങ്ങോട്ടൊക്കെ വന്നിട്ട് എത്രയെങ്കിലും നാളായി, ഞാനൊക്കെ വർഷങ്ങളായി. അയ്യോമേ അച്ഛാ ഇതുവഴി പോകാൻ പറ്റത്തില്ല അച്ഛാ. വേണ്ടച്ചാ ഞാൻ ഇറങ്ങാം, അച്ഛൻ എന്തിനാന്ന് വെച്ചാ ചെയ്തോ. ഇതൊക്കെ ഇറങ്ങിയാ മതി കേട്ടാ. ആ പോട്ടെ, ഇതൊക്കെ വരണേ. ബാക്ക് ബ്രേക്ക് ഓട്ടിക്കോ, ഫ്രണ്ട് വാരും. ആ ഞാനുണ്ട്. പണ്ട് ഇതുവഴിയൊക്കെ ആയിരുന്നു ഞാൻ സ്കൂള് വിട്ട് വീട്ടിൽ പോണ. പക്ഷെ അന്നൊന്നും കാടില്ലായിരുന്നു നടക്കുന്നോണ്ട്. ഇപ്പൊ ഫുള്ള് കാടായി. പോട്ട്. അയ്യോ മൊത്തം കാട്, ഇതുവഴി ആരും പോക്കില്ലെന്ന് തോന്നുന്നു. ഒരു മുതുക്ക് പാറ ഇവിടെ ഉണ്ട്. അമ്മോ സത്യം ഈ ബൈക്കായോണ്ട് പോകും കേട്ടാ എല്ലായിടത്തും. ഇനിയും ഒരു എളുപ്പ ഷോർട്ട് കട്ട് ഉണ്ട്. ഈ റൈറ്റ് എടുത്താ ഇപ്പൊ വീടത്ത്. പക്ഷെ അതൊരു ഒട്ടും വഴിയില്ല. എന്റെ റൂമിന്റെ സൈഡ് എത്തും, അതുകൊണ്ട് ആ സൈഡാണ് കേട്ടോ വീട്. അയ്യമ്മ നീ എന്നെ അടിക്കാറായോ? അമ്മ ചിപ്സൊക്കെ വറുത്തായിരുന്നു കേട്ടാ. നിനക്കാണോ ചിപ്സ്? ഇപ്പൊ ഇച്ചിരി വെയിലൊക്കെ കാണുന്നുണ്ട്. ഇത് പ്രകൃതി രമണീയമായ സ്ഥലം. നമ്മുടെ ചാടട്ടെ, പിടി. അതിട്ടോണ്ടങ്ങ് ചാടുവോന്ന് ഉടുപ്പ് ഇല്ല. കല്ല് അതൊരു ഓർക്കപ്പുറത്തൊരു ചാട്ടമായിരുന്നല്ലേ. ചാടട്ടെ. കറക്റ്റ് അരിക്കൊമ്പൻ. അതെല്ലാം മുഖത്തല്ലേ വീഴുന്ന, അത് തിരിച്ചും മുഖത്താണ് വീഴുന്നത്. വിസ്മയ മോഹൻലാലിന്റെ പടം. ഓക്കെ ഗൈസ്, ഇനി വീട്ടിൽ പോയിട്ട് റെഡി ആയിട്ട് ഞങ്ങൾ പടത്തിന് പോട്ടെ.
ടാറ്റ. നല്ല മണമല്ലേ. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു കേട്ടോ, കുറേ നല്ല ആരൊക്കെ എനിക്ക് മെസ്സേജ് ചോദിച്ചായിരുന്നു അമ്മയ്ക്ക് ഏത് ബോഡി ലോഷനാണ് മേടിച്ചത്. ഇത് മറ്റേ ബാത്ത് ആൻഡ് ബോഡീൻ്റെ സ്വീറ്റസ്റ്റ് സോങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രാഗ്രൻസ് ഉള്ള ബോഡി ലോഷൻ കേട്ടോ. രണ്ടും സെയിം ആണ്, രണ്ടും സെയിം ഫ്രാഗ്രൻസ്. ഓക്കെ ലെറ്റ്സ് ഗോ. അച്ഛാ സ്പൈഡർമാനൊക്കെ ഉണ്ടായിരുന്നു. സ്പൈഡർമാൻ്റെ പുതിയതുണ്ടായിരുന്നു. ഇവിടെ ഊട്ടുവരെ അമ്മ അവിടെ കല്യാണം കിടക്കുന്ന. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് സിനിമ ആയിട്ട് ഇറങ്ങി ചിലപ്പോൾ ഇവിടെ കല്യാണം കാലം കയറി തിന്നാലത്. കല്യാണം ഉണ്ട്, ഓഡിറ്റോറിയം ഉണ്ട് ഇതിനകത്ത്, പാർട്ടിയൊക്കെ നടക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി സിനിമ കണ്ടിട്ട് വന്നിട്ട് അഭിപ്രായങ്ങൾ പറയാല്ലേ? അതെ അതെ, ആദ്യത്തെ സിനിമയാണ്. എക്സൈറ്റഡ് ആണോ? പിന്നെ അല്ല, ഒരുപാട് ഇതൊക്കെ ഒത്തിരി ഇന്റർവ്യൂ ഒക്കെ ഒരുപാട് ഉണ്ട്, അതുകൊണ്ടത് കാണണമെന്ന് തോന്നി. ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കണ്ടിട്ട് വീടെത്തി കേട്ടോ. എങ്ങനെയുണ്ട് അച്ഛന്? സൂപ്പർ പടം. സൂപ്പർ പടം, സൂപ്പർ പടം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മളെ പിന്നെ ആന്റണി പെരുമാറിന്റെ മോൻ സൂപ്പർ അഭിനയമുണ്ട്. ഡയലോഗ് ഒന്നും ഇല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ പുള്ളി ഊമയായിരിക്കും എന്ന് വിചാരിച്ച്, ഞാൻ ഫുള്ള് ഊമയാന്ന് വിചാരിച്ചു. പിന്നെ ലാസ്റ്റ് വന്നപ്പോഴാണ് ഇവര് സംസാര ശേഷി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. പെരുമ്പാവൂരും അവന്റെ മോൻ സൂപ്പർ. പിന്നെ അടിപൊളിയാണ്, കിടിലമാണ്. പക്ഷേ ആദ്യം തുടക്കത്തിൽ നമുക്ക് അത് മനസ്സിലാവും, തുടക്കമാണ് എന്നുള്ളൊരു സംഭവം കിട്ടും. അത് തുടക്കത്തിൽ മാത്രമേ നമുക്കുള്ളൂ. പിന്നെ അത് സിനിമ ലാസ്റ്റിലോട്ട് ആകുമ്പോഴത്തേക്ക് ട്രാക്കിലായത് നമുക്ക് മനസ്സിലാവും. പെൺപിള്ളേര് ഇച്ചിരിയൊക്കെ ഇങ്ങനൊക്കെ പഠിച്ചിരിക്കണം, ഇച്ചിരി അട്ടിയൊക്കെ പഠിച്ചിരിക്കണം. കണ്ടല്ലോ ഇങ്ങനെ ഒന്ന് പേടിക്കണം. അമ്മക്ക് പഠിക്കാനൊക്കെ തോന്നുക, എനിക്ക് പഠിക്കണമെന്നുണ്ട്. പെൺപിള്ളേരൊക്കെ പഠിച്ചിരിക്കണം, ഇച്ചിരി ആമ്പിള്ളേരും പഠിക്കണം, ആമ്പിള്ളേരും പഠിക്കണം. എല്ലാരും പഠിക്കട്ടെ, എല്ലാരും പഠിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കട്ടെ. അതൊക്കെ കാണുമ്പോഴും ഹരം വരും കേട്ടോ. ലാസ്റ്റ് ആ ഫൈറ്റ് ഒക്കെ സൂപ്പറാണ്. ഏകദേശം അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോ. ബൈ.